എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ടി.വി. എന്ന് പറയുന്ന തിരക്കഥ പട്കഥ ആയിരുന്നു. അതിൽ നമ്മൾ ആദ്യത്തെ 3 സീൻ എടുത്തു കഴിഞ്ഞു. ആ 3 സീനുകളിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് എടുത്തത് എന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ പട്കഥ എന്ന് പറയുന്നത് തിരക്കഥ, അത് എഴുതിയിട്ടുള്ളത് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ വരുൺ ഗ്രോവർ ആയിരുന്നു. അതില് ആദ്യത്തെ സീനില് 3 കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ തിരക്കഥയിലെ 3 കഥാപാത്രങ്ങളായിട്ടുള്ള ചുന്നി, ലല്ലു, ഗോപു എന്ന് പറയുന്ന 3 കഥാപാത്രങ്ങളെ ഇതിൽ പരിചയപ്പെടുത്തി. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. വീട്ടുകാരോട് പറയാണ്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടി.വി. കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗോപു ഇതിനു മുൻപ് ടി.വി. കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഗോപു എന്ത് ചെയ്യുന്നു, തന്റെ സുഹൃത്തുക്കൾക്കും കൂടി ഇത് കാണിച്ചു കൊടുക്കണം, അതൊരു അത്ഭുതമാണ് എന്നുള്ള തോന്നൽ അവന്റെ മനസ്സിലുണ്ടായത് കൊണ്ട് അവൻ കൂട്ടുകാരുമൊത്ത് അവരെ കൂട്ടി പോകുന്നതാണ്. അപ്പൊ പോകുന്നതിന് മുൻപ് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ അതിലെ ചുന്നി എന്ന കഥാപാത്രത്തിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് പിന്നെ ഇവര് യാത്ര തിരിക്കുന്നത്. അങ്ങനെ യാത്ര തിരിക്കും. പിന്നെ അവിടെ നിന്നുണ്ടാവുന്ന സംഭാഷണമാണ് ഫസ്റ്റ് സീനിൽ പറയുന്നത്. രണ്ടാമത്തെ സീനിൽ ഇവര് മലമുകളിൽ എത്തിച്ചേരുന്നു. അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പിന്നെ ഇവര് യാത്ര തിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഗോപു എന്ന കഥാപാത്രം നമ്മൾ പറഞ്ഞു ഇതിനു മുൻപ് ടി.വി. കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനത് ഓർത്തെടുക്കുന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ടി.വി. കാണുന്ന അനുഭവം, അതിലെന്താണ് കണ്ടത്, ജനുവരി 26 നടന്ന പരേഡാണ് അവൻ കണ്ടത്. അപ്പൊ അതെല്ലാം അവൻ ഓർത്തെടുക്കുന്നത്. അതാണ് 3ാമത്തെ സീനിൽ ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്. ഇനി 4ാമത്തെ നമുക്ക് സീനിലേക്ക് കടക്കാം. അതിന്റെ ബാക്കി അതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. എല്ലാവരും എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെക്കുക. 4ാമത്തെ സീൻ ഇവിടെ നേരം തുടങ്ങുന്നുണ്ട്. എല്ലാവരും വായിക്കുന്നത് ശ്രദ്ധിക്കുക. അതോടൊപ്പം അതിന്റെ അർത്ഥം കൂടി അവിടെ എഴുതി വെക്കുക. സീൻ 4, സീൻ 4, പഹാഡി സഡക്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു തിരക്കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവുന്നല്ല. സീനിന്റെ സ്റ്റാർട്ടിങ്ങിൽ അതിവിടെ ഉണ്ട്. ആദ്യം സ്ഥലം പഹാഡി സഡക്, മലയോര വഴിയോരം, അത് മലമുകളിൽ വഴി, അവിടെയാണ് ഇവര് ഇപ്പൊ എത്തിച്ചേർന്നിട്ടുള്ളത്. ഷാം കെ 4 ബജെ, ഇവര് അവിടെ എത്തിയപ്പോഴേക്കും എത്രയായി? ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. കെ 4 ബജെ 4 മണി, വൈകുന്നേരം 4 മണി സമയം ആകുമ്പോഴേക്കും ഇവരെന്ത് ചെയ്തു, അവിടെ എത്തിച്ചേർന്നു. എവിടെ? മലമുകളിലുള്ള വഴിയോരത്ത്. തീനും ബച്ചെ സടക്ക് കിനാരെ ചൽ രഹേ ഹെ, 3 കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വഴിയുടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിൽ തീനോം ബച്ചെ 3, തീൻ എന്ന് പറഞ്ഞ 3, ഇത് ബഹുവചനം ആയതുകൊണ്ട് തീനോം എന്ന് പറഞ്ഞു. ബച്ചെ എന്ന് പറഞ്ഞ കുട്ടികൾ, സടക്ക് കിനാരെ, സടക്ക് എന്ന് പറഞ്ഞ വഴി, കിനാരെ എന്ന് പറയുന്നത് വഴിയോരം എന്നുള്ള അർത്ഥം വരും. ചൽ രഹേ ഹെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഗോപു അതിൽ പറയുന്നതാണ്. എന്താണ് ഗോപു പറയുന്ന കാര്യം? ജാദു ഥ സച്മുച്ച് ചലോ അബ് സടക്ക് പാർ കർണി ഹെ, അത്ഭുതമായിരുന്നു. ജാദു ഥ അത്ഭുതമായിരുന്നു. സച്മുച്ച് ശരിക്കും. ചലോ അബ് സടക്ക് പാർ കർണി ഹെ, ചലോ എന്ന് പറഞ്ഞാൽ നടക്കൂ. അബ് ഇനി നമുക്ക് ഈ വഴി അങ്ങോട്ട് കടന്നു പോകേണ്ടതുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ അവര് പോകുന്നുണ്ടല്ലോ, ഒരു വഴിയിലൂടെ, ആ വഴിയുടെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് കടന്നു പോകാനുണ്ട്. ഇതെപ്പോഴവൻ പറയുന്നത്? ഇവന് ചിന്തിച്ചല്ലോ, ഇവൻ ജനുവരി 26 ഗോപു ആ പരേഡ് കണ്ടു എന്ന് പറഞ്ഞില്ലേ. ആ ചിന്തിച്ചതിന് ശേഷം ഇങ്ങനെ പറയുന്നതാണ് അവൻ. അത്ഭുതമായിരുന്നു ആ സംഭവം എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഒക്കി പറയുന്നവൻ. സടക്ക് പാർ കർണേക്ക് കോശിഷ്, അപ്പൊ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ആ വഴി, ആ റോഡ് അല്ലെങ്കിൽ ആ വഴി ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സടക്ക് പാർ എന്ന് പറഞ്ഞാൽ അക്കരെ, കർണേക്ക് ചെയ്യാൻ വേണ്ടി, കോശിഷ് എന്ന് പറഞ്ഞാൽ ശ്രമം. സാമനെ സെ തേസി സെ ഏക് ബസ് ആത്തി ഹെ, ആ സമയത്താണ് മുന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഒരു ബസ്
സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സാമനെസെ മുന്നിൽ നിന്ന്, തേസീസെ സ്പീഡായി. ഏക് ബസ്, ഏക് എന്ന് പറഞ്ഞ ഒരു ബസ് എന്ന് പറഞ്ഞ ബസ് തന്നെ. ആത്തി ഹെ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വരുന്നു. ചുന്നി ദൗഡ്കർ പാർ കർ ലേത്തി ഹെ. ഇത് ചുന്നി എന്ത് ചെയ്യും, ഇതിലെ ആ പെൺ കഥാപാത്രമായിട്ടുള്ള ചുന്നി ആ റോഡ് പെട്ടെന്ന് തന്നെ ഓടിക്കൊണ്ട് ക്രോസ് ചെയ്യും. ദൗഡ്കർ ഓടിക്കൊണ്ട്, പാർ കർ ലേത്തി ഹെ അത് കടന്നു പോകും. ലല്ലു ഖഡേ രഹ്തേ ഹെ. പക്ഷെ അതിലുണ്ടായിരുന്ന മറ്റു 2 കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഗോപുവും ലല്ലുവും എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ നിൽക്കുന്നു. അതായത് ചിലപ്പോ പേടി, ബസ് വരുന്നില്ല വെച്ച് പേടിച്ചിട്ടാണ് തോന്നുന്നു അവിടെ തന്നെ നിൽക്കുന്നു 2 പേര്. ബസ് മേ ജോർ സെ ബ്രേക്ക് ലഗ്താ ഹെ. അപ്പൊ ഇവര് നിൽക്കുന്ന സ്ഥലം എവിടെ പോയി, ഇവര് ക്രോസ് ചെയ്യുന്ന ഇടയിൽ റോഡിന്റെ നടുവിലായിക്കുന്നു. ബസ് എന്ത് ചെയ്യും, ഉറക്കെ വന്നിട്ട് അവിടെ സഡൻ ബ്രേക്ക് ഇടും അവിടെ. എന്നിട്ട് എന്താണ്, ഡ്രൈവർ ഗുസ്സേമേ സിർ ബാഹർ നിക്കാൽത്താ ഹെ. ഡ്രൈവർ എന്ത് ചെയ്യും, ഗുസ്സേമേ ഇങ്ങനെ ദേഷ്യത്തോടെ എന്ത് ചെയ്യും, സിർ ബാഹർ നിക്കാൽത്താ ഹെ തന്റെ തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് പറയും. എന്താണ്, ഡ്രൈവർ പറയുന്ന ഡയലോഗാണ് അടുത്തത്. എന്താണ്, അബേ ദേഖ് ചലോ. അതായത് ദേഷ്യപ്പെട, അബേ എന്ന് ഉദ്ദേശിക്കുന്നത് എടാ നോക്കി നടന്നൂടെ എന്നുള്ളതില ആ ഉച്ചാരണമാണ് അബേ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോ എടാ നോക്കി നടന്നൂടെ നിങ്ങൾക്ക് എന്ന് പറയാണ്ട് ഡ്രൈവർ അതിന് ചീത്ത പറയവര്. ഗോപു എന്താ പറയും, അവർ ലല്ലു ജൽദി സെ സടക്ക് പാർ കർത്തെ. ഗോപു ലല്ലു എന്ത് ചെയ്യും, ചീത്ത കേട്ടപാടെ പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. ഇനി അടുത്ത പേജ്. അതിൽ അർത്ഥം ഉണ്ടല്ലോ, ഗോപു ലല്ലു ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്നാണ് വരുന്നത്. അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പാറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ചുന്നി എന്ത് പറയും, അപ്പൊ അടുത്ത ചുന്നിയുടെ ഡയലോഗാണ്, തും ലോഗ് സച്ച് മേ ഛോട്ടെ ബച്ചേ ഹോ. നിങ്ങൾ 2 പേരും ശരിക്കും ചെറിയ കുട്ടികൾ തന്നെയാണ്. ചുന്നി പെട്ടെന്ന് തന്നെ ആ റോഡ് ക്രോസ് ചെയ്തല്ലോ, ഇവരവിടെ പെട്ട് ഇവർക്ക് ചീത്ത ഇട്ടല്ലോ. അപ്പൊ ചുന്നി ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂട്ടത്തിൽ എന്ന് പറയുന്നതാണ്, നിങ്ങൾ ശരിക്കും ചെറിയ കുട്ടികൾ തന്നെയാണെന്ന് പറയുന്നത്. തും ലോഗ് സച്ച് മുച്ച് മേ ഛോട്ടെ ബച്ചേ ഹോ. നിങ്ങൾ ശരിക്കും ചെറിയ കുട്ടികൾ തന്നെയാണ്. സടക്ക് പാർ കർണാ ഭി നഹി ആത. ഈ പെട്ടെന്ന് തന്നെ വഴി കടന്നു വരാനും പോലും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ശരിക്കും ചെറിയ കുട്ടികൾ തന്നെയാണെന്ന് പറയാണ്ട് അവർ 2 പേരും കൂടി ആയിരുന്നു ചുന്നി തരം താഴ്ത്തിട്ട് പറയുന്നു. അപ്പൊ ഗോപു ഝോക്തേ ഹുവേ. ഗോപു ഇത് കേട്ടപ്പോ ഗോപുക്ക് ദേഷ്യം പിടിച്ചു. കാരണം കൂട്ടത്തിൽ അവനാണല്ലോ വലുത്, അവനാണല്ലോ പൊതുവെ ഞാനാണ് എല്ലാം കഴിവുള്ളവെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ. ചങ്ങന്മാരുടെ എല്ലാ ചങ്ങന്മാരുടെ ഉണ്ടോ. അപ്പൊ അവനക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം പറയുന്നത് ആ ഒരു ദേഷ്യം പിടിച്ചിട്ട് എന്താ പറയും, ജൽദി ചലോ പെട്ടെന്ന് നടക്ക്. അപ്പൊ ദേർ ഹോ രഹി ഹെ. നമുക്ക് ഇപ്പോ നേരം വെക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ ദേർ ഹോ രഹി ഹെ, വൈകി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട് അവരെന്ത് ചെയ്യും, പെട്ടെന്ന് മുന്നോട്ട് നടക്കും. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, 4ാമത്തെ സീൻ അവസാനിക്കുന്നത്. ഈ ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് 5ാമത്തെ സീനിലേക്ക് പോകാം. 5ാമത്തെ സീനിൽ എന്താ പറയുന്നത്, സീൻ 5 എന്ന് നമ്പർ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം കസ്ബേക്ക് സബ്സി മണ്ഡി. കസ്ബേക്ക് സബ്സി മണ്ഡി എന്നാണ്. കസ്ബ എന്ന് പറഞ്ഞ അങ്ങാടി എന്നാണ്. സബ്സി മണ്ഡി മാർക്കറ്റ്. സബ്സി മണ്ഡി എന്ന വാക്കിന്റെ മീനിങ് വരുന്നത് മാർക്കറ്റ് എന്നാണ്. അപ്പോ ഇവരെവിടെയാണ് ഇനി അടുത്ത സീന് തുടങ്ങുന്നത്, നമ്മുടെ അങ്ങാടിയിൽ എത്തിച്ചേർന്നു. അവിടെയുള്ള മാർക്കറ്റിലാണ് സബ്ജി വെജിറ്റബിൾ മീനിങ് ഇല്ലേ? ആ സബ്ജി അതായത് ഈ പച്ചക്കറികൾ വിൽക്കുന്ന പ്ലേസ് ഇല്ലേ, അതായത് പച്ചക്കറികൾ വിൽക്കുന്ന പ്ലേസ്, അത് മാർക്കറ്റ് പൊതുവെ. അതുകൊണ്ടാണ് അവിടെ സബ്ജി മണ്ഡിക്ക് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് എന്നുള്ള അർത്ഥം വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ സർ. ഓക്കെ, സബ്ജി എന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ അത് പച്ചക്കറി എന്നാണ് അർത്ഥം. സബ്ജി മണ്ഡി എന്ന് വന്നതുകൊണ്ടാണ് പച്ചക്കറി വിൽക്കുന്ന സ്ഥലം പറഞ്ഞ മാർക്കറ്റ്. ഷാം കെ 5 ബജെ. ഇവരെപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈകുന്നേരം 5 മണിക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഈ സീന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലല്ലു സബ്ജി മണ്ഡി की भीड़ में थोड़ा पीछे रह गया है. ലല്ലു സബ്ജി മണ്ഡി ആ മാർക്കറ്റിലെ
തിരക്കിനിടയിൽ, ഭീഡ് എന്ന് പറഞ്ഞ തിരക്ക്, തിരക്കിനിടയിൽ എന്ത് ചെയ്യും, തോട പീച്ചെ പടുകയാണ്, കുറച്ച് പുറകിലായി പോകും. ഇപ്പോ മൂന്നാൾക്കാരുണ്ടല്ലോ കൂട്ടത്തിൽ, ലല്ലു ഉണ്ട്, ചുന്നി ഉണ്ട്, അതുപോലെ തന്നെ ഗോപു ഉണ്ട്. അതിൽ ലല്ലു കുറച്ച് പുറകിലായി പോകും. എന്തുകൊണ്ട്? ആ മാർക്കറ്റിലെ തിരക്കിലെ ആളുകൾക്കിടയിലൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ആര് കുറച്ച് പിറകിലായി പോയി, ലല്ലു കുറച്ച് പിറകിലായി പോകും. ഗോപു और ചുന്നി ആകെ ചൽ രഹേ ഹെ. ഗോപുവും ചുന്നിയും എന്ത് ചെയ്യും, ആകെ ചൽ രഹേ ഹെ, മുന്നിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിത് ശ്രദ്ധിച്ചിട്ടില്ല. ചുന്നി ഡരി ഹുയി ഹെ. ആ സമയത്ത് ചുന്നിയുടെ മുഖത്ത് ചെറിയൊരു പേടിയുണ്ട്. ഡരി ഹുയി ഹെ, പേടിയുണ്ട്. എന്നിട്ട് ചുന്നി ആ സമയത്ത് പറഞ്ഞ ഡയലോഗാണ് അടുത്ത വരുന്നത്. എന്താണ്? തുമ്നെ കഹാ താ ജൽദി പഹുച്ചേങ്കെ ഷാം തക് വാപ്പസ് ആയെങ്കെ. ചുന്നി ഗോപുവിനെ ചീത്ത പറയുന്നത്. എന്താണ്? നീ അല്ല പറഞ്ഞത് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മള് തിരികെ എത്തുമെന്ന്? തുമ്നെ കഹാ താ, നീ അല്ല പറഞ്ഞിരുന്നത് ജൽദി പഹുച്ചെങ്കെ, പെട്ടെന്ന് വരുമെന്ന്, പെട്ടെന്ന് തിരിച്ചു വരുമെന്ന്. ഷാം തക് വാപ്പസ് പഹുച്ചെങ്കെ, വാപ്പസ് ആയെങ്കെ, വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, തിരികെ വരുമെന്നുള്ള കാര്യം നീയല്ല പറഞ്ഞത് എന്ന് പറയാണ്ട് ചുന്നി ഗോപുവിനെ കുറ്റപ്പെടുത്തും. അപ്പൊ ഗോപു എന്ത് പറയും? ബസ്, ഈ നിർത്ത്, ആനെ വാലാ ഹെ മനോഹർ ചാച്ചാക്കാർ, ഇനി ഒന്ന് നിർത്ത്, ഇപ്പൊ എത്തും. എന്ത്? മനോഹർ ചാച്ചയുടെ വീട് ഇപ്പൊ എത്തുമെന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നതാണ്? നമ്മുടെ ഗോപു പറഞ്ഞു കൊടുക്കും. ചുന്നി ഏക്ക് ലംബെ ആദ്മി സെ ടക്രാ ജാതി ഹെ. ചുന്നി എന്തെയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ചുന്നി എന്തെയും നീളം കൂടിയ ഒരു വ്യക്തിയായിട്ട് എന്ത് ചെയ്യും, ഒന്ന് ഇടിച്ചു പോകും. കാരണം തിരക്കിലൂടെ നടന്നു പോകുന്നതല്ലേ. അപ്പൊ ഇതില് വലിയൊരു നീളം കൂടിയ ഒരാളെ പോയിട്ട് ഇടിക്കും. അതില് ലംബെ എന്ന് പറഞ്ഞ നീളം കൂടിയത്, ആദ്മി എന്ന് പറഞ്ഞ മനുഷ്യൻ, ടക്കരാ ജാതി ഹെ മുട്ടിപ്പോകുന്നു, കൂട്ടുമുട്ടുന്നു എന്നുള്ളത് മീൻ. ആദ്മി, ആ മനുഷ്യന്റെയും ജൽദീമേ ഹെ, തിരക്കിലാണ്. അതുകൊണ്ട് ആ മനുഷ്യനൊന്നും പറയില്ല, തിരക്കിലായതുകൊണ്ട് അദ്ദേഹം മുന്നോട്ടേക്ക് നടന്നു പോകും. സമ്പൽത്തെ ഹുവെ ആകെ ബഡ് ജാത്താ ഹെ. സമ്പൽത്തെ ഹുവെ, നേരാക്കിയുള്ള മനുഷ്യൻ നേരെ നടന്നു പോകും. ചുന്നി, ആ സമയത്ത് ചുന്നി എന്താണ്, ചെറിയ കുട്ടിയല്ലേ ചുന്നി. ചുന്നി എന്ത് ചെയ്യും, ഒന്ന് കരഞ്ഞ മുഖഭാവത്തോട്, അല്ലെങ്കിൽ ആ കരയുന്ന ആ മുഖഭാവത്തോട് കൂടി എന്ത് പറയും? കസ്ബെ സെ കഹ് രഹി ഹോ ആനെ വാലാ ഹെ. അതായത് കബ് സെ കഹ് രഹേ ഹോ ആനെ വാലാ ഹെ. കുറെ നേരമായാലും ഗോപു പറയുന്നത് ഇപ്പൊ എത്തും ഇപ്പൊ എത്തും എന്നുള്ളത്. എപ്പോഴാ എത്താന്ന് പറഞ്ഞാണ്ട് ചുന്നി ഗോപുവിനെ ഒന്നുകൂടി ചീത്ത പറയും. അപ്പൊ ഗോപു എന്ത് ചെയ്യും? അതിന്റെ മറുപടി ആയിട്ട് പീച്ചെ മുടുക്കാൻ തിരിഞ്ഞുകൊണ്ട് ഗോപു എന്ത് പറയും? അരേ ഈ ലല്ലു കഹാരഹകയാ, ഈ ലല്ലു എവിടെ പോയി? കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു ലല്ലു ആ തിരക്കിനിടയിൽ എവിടെയോ പെട്ടുപോയി, കുറച്ച് പിറകിലായി പോയിരുന്നത്. ഇപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഗോപു തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത് എന്താണ്? ഈ ലല്ലു എവിടെ പോയി? ഓർ തു റോമത്ത്, പിന്നെ നിന്നോട് പറയാനുള്ളത്, ചുന്നിനോട് പറയുന്നത്, നീ കരയല്ലേ, തു റോമത്ത്, നീ കരയല്ലേ, ടി വി കാണണ്ടേ, അതുകൊണ്ട് നീ കരയല്ലെന്ന് പറഞ്ഞാണ്ട് അവളെ ആശ്വസിപ്പിക്കുന്ന. ഉസ്മെ പത്താ ഹെ ലോഗ് ബക്സേക്ക് അന്തർ ബന്ദ് ഹോത്തേ ഹെ. എന്നിട്ട് ഗോപു എന്ത് ചെയ്യും? ചുന്നീനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവൾ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഗോപു പറയുന്നതാണ്, ആ പെട്ടിനകത്ത്, ടി വി എന്ന പെട്ടിനകത്ത് ആളുകൾ ഇങ്ങനെ തിങ്ങി താമസിക്കുന്നുണ്ട്. അതായത് ഒന്ന് വെറുതെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് പറയുന്നത് മാത്രം. ഛോട്ടെ ഛോട്ടെ ദിക്തേ ഹെ, അതുപോലെ തന്നെ അവർ ചെറിയ ചെറിയ ആളുകളായിട്ടാണ് അതിൽ കാണാറുള്ളത് ടി വിയിൽ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് കാണാൻ പോകുന്ന ടി വി കാണാൻ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ രീതിയിലുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് പല കാര്യങ്ങൾ കാണുമ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് വലിയ ആകാംക്ഷയോടെ ചിന്തിക്കും. ചിലപ്പോൾ മണ്ടത്തരായിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ സൂക്ഷ്മതയോടെ കൂടി അത് കേൾക്കും. അതാണ് നമ്മൾ വിശ്വസിക്കും. അതുപോലെ ഗോപു എന്ത് ചെയ്യുന്നു? ചുന്നിനെ കൊണ്ട്, ചുന്നിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക് ഛോട്ടെ ഛോട്ടെ ദിക്തേ ഹെ, ആളുകളെ ചെറിയ ചെറിയതായിട്ട് കാണും. തേരെ മക്കോടേക്ക് തരാം, നിന്റെ പുഴുവിനെ പോലെ. ഇത് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞില്ലേ, നിന്റെ പുഴു എന്നല്ലേ. ആ പുഴു എങ്ങനെയാണോ ചെറുതായി കാണുന്നത്, അത്തരത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ ടി വി എന്ന പെട്ടിനകത്തിലെ ആളുകളെ ചെറിയ ചെറിയ ആളുകളായിട്ട് കാണാൻ സാധിക്കുമെന്ന് ലല്ലു അപ്പൊ സമയത്ത് ആര് പറയും? ഗോപു പറയുന്നത്.
ആ സമയത്ത് ലല്ലു ദിഖ്ത ഹെ, പെട്ടെന്ന് ലല്ലുവിനെ കാണും. ഈ ലല്ലു ജൽദി ആന. അപ്പോ എന്ത് ചെയ്യും? ഗോപു വിളിച്ചു പറയുന്നതാണ്, ലല്ലു നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ട് വിളിക്കും. ജൽദി ആന, പെട്ടെന്ന് വരൂ എന്നുള്ള കാര്യം. ലല്ലു ദൗഡ്താ ഹുവ ആതാ ഹെ, ആ സമയത്ത് ദൂരെ നിന്ന് ലല്ലു ഓടി വരുന്നു. തീനോ ഹാത്ത് പക്കടക്കർ ചലനെ ലഗത്തെ ഹെ, 3 പേരും പരസ്പരം കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങും. അതിൽ ദൗഡ്താ ഹുവ ഓടിക്കൊണ്ട്, തീനോ 3 പേരും, ഹാത്ത് പക്കടക്കർ, ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്, പക്കടക്കർ പിടിച്ചുകൊണ്ട്, ചലനെ ലഗത്തെ ഹെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കും. നമ്മളിവിടെ 5ാമത്തെ സീൻ ഇവിടെ അവസാനിക്കുന്നു. 5ാമത്തെ സീന് ക്ലിയർ ആയി എല്ലാവർക്കും? Clear, sir. ഓക്കെ. അപ്പൊ ഇനി 6ാമത്തെ സീനിലേക്ക് പോകാം. അപ്പൊ എന്തെങ്കിലും അർത്ഥങ്ങള് അറിയേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. നമ്മളിപ്പോ വിട്ടുപോയതെങ്കിലും അർത്ഥം ഉണ്ടോ നമുക്ക് അറിയാത്തത്? സർ സമ്പൽത്തെ പറഞ്ഞാൽ എന്താണ്? എന്ത്? സമ്പൽത്തെ സമ്പൽത്തെ ഹുവേ, അതായത് അവര് ബാലൻസ് ചെയ്തുകൊണ്ട്. നമ്മളിപ്പോ നടക്കുന്ന സമയത്ത് വീഴാൻ പോവല്ലോ, ബാലൻസ് ചെയ്യല്ലോ, ബാലൻസ് ചെയ്തുകൊണ്ട്. ഇനി ഇനിയുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 6ാമത്തെ സീനിലേക്ക് പോകാം. ഇനി 6ാമത്തെ സീൻ എങ്ങനെയാണ്? സീൻ 6, സീൻ 6. കസ്ബെ കി ഗലി, ഇവര് അങ്ങാടിയിലെത്തി എന്ന് പറഞ്ഞല്ലോ, അങ്ങാടിയിലെ വഴിയോരം. ഷാം കാ സമയം, വൈകുന്നേര സമയം. ഇവരുടെ സമയം എത്രയാണോ പറഞ്ഞില്ല, വൈകുന്നേര സമയം. ബച്ചെ ഏക് ഗലിക്ക് മോഡ് പർ ഹെ, കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഗലിക്ക്, ഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോളനി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ടേണിംഗ് എന്നൊക്കെ പറയാം. കോളനിയാണ് ഗലിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. ഏക് ഗലിക്ക് മോഡ് പർ ഹെ, മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളവിൽ, ഒരു കോളനിയുടെ അല്ലെങ്കിൽ ഒരു വഴിയുടെ വളവിൽ, ആ വളയുന്ന ഭാഗത്ത് അവര് എത്തിച്ചേർന്നു. സാമനെ കച്ചെ പക്കെ മക്കാനും കി കത്താർ ഹെ, അവരെത്തിയ സ്ഥലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി, സാമനെ മുന്നിലായിട്ട്, കച്ചെ പക്കെ മക്കാനും കി കത്താർ ഹെ, എന്താണ്? പണി കഴിഞ്ഞതും പണി കഴിയാത്തതുമായ. കച്ച പക്കെ എന്ന് ഉദ്ദേശിക്കുന്നത്, കച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴുക്കാത്ത എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ പക്കെ എന്ന് പറയുന്നത് പഴുത്തത് എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറൊരു മീനിങ് ആണ്. എന്താണ്? പണി പൂർത്തീകരിച്ചത്. അതാണ് പക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കച്ച എന്ന് ഉദ്ദേശിക്കുന്നത് പണി പൂർത്തീകരിക്കാത്ത. മക്കാനും എന്ന് പറഞ്ഞ കെട്ടിടങ്ങൾ. ഈ കത്താർ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു കമ്പി എന്നാണ്. ഹെ, കത്താർ ഹെ, അതായത് പണി കഴിപ്പിക്കാത്ത രീതിയിലുള്ള ആ സ്ട്രക്ചർ, കമ്പി ഉദ്ദേശിക്കുന്ന ആ സ്ട്രക്ചർ ആണ് അവിടെ കാണുന്നുണ്ട്. അവിടെയാണ് ഇവര് എത്തിച്ചേർന്നിരിക്കുന്നത്. ഗോപു, അപ്പൊ ആ സമയത്ത് ഗോപു പറയുന്ന ഡയലോഗാണ് എന്ത്? ബസ് യഹി ഗലി ഹെ, ദാ എത്തിച്ചേർന്നു, ഈ കാണുന്ന വഴിയാണ് മനോഹർ ചാച്ചയുടെ വീട്, ദാ ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടതെന്ന് ഗോപു പറയുന്നത്. ഇസി മേ ഹെ മനോഹർ ചാച്ച, ഈ കാണുന്ന കോളനിയിൽ ആണ് മനോഹർ ചാച്ച എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നതെന്ന് ഗോപു പറയും. അപ്പൊ ലല്ലു എന്ത് ചെയ്യും? ചലോ, നമുക്ക് പെട്ടെന്ന് നടക്കാം, അത്ര നേരം വിധിക്കും, നമുക്ക് പെട്ടെന്ന് നടക്കാന്ന് പറഞ്ഞാണ്ട് പറയും. അപ്പൊ ഗോപു എന്ത് പറയും? മക്കാനോ കു ദേഖ്താ ഹുവ, അവന് അവരുടെ ചുറ്റുപാടുള്ള ആ കെട്ടിടങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കും. കാരണം അവൻക്കും ഇവിടെ ഒരു സംശയമുണ്ട്, എന്താണ്? ഇതിൽ ഏതാണ് വീട് എന്നുള്ളത്. അവൻ എന്ത് ചെയ്യും? ഓരോ വീടുകൾ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കും. ലേക്കിൻ യാദ് കർണേതോ, എന്നിട്ട് അവൻ പറയുന്നത് എന്താണ്? ഞാനൊന്ന് ഓർത്തെടുക്കട്ടെ. എന്തോർത്തെടുക്കാന്? കോൺസാ ഘർ ഹെ, ഏത് വീടാണ് ഈ കോളനിയിൽ, കാണുന്ന കോളനികളില് ഏത് വീടാണ് മനോഹർ ചാച്ചയുടെ വീടെന്ന് ഞാനൊന്ന് ഓർത്തെടുക്കട്ടെ എന്ന് പറയും. അതില് വാക്കുകള് യാദ്, ഓർത്തെടുക്കുക, പിന്നെ കൗൻസ, ഏത് എന്നുള്ള മീനിങ് വരുന്നത്. ഘർ എന്ന് പറഞ്ഞാൽ വീട്. അപ്പൊ ചുന്നിയത് കേട്ടപാടെ പറയുന്നതാണ് കൈസേ, പക്ഷെ നീ എങ്ങനെയാണ് അത് ഓർത്തെടുക്കുക? ഇതിനു മുൻപ് വന്നതല്ലേ, പിന്നെന്താ ഇപ്പൊ പ്രശ്നം എന്ന് പറയും. ഓം പറയുന്നത് എന്താണ്? ഞാനൊന്ന് ഓർത്തെടുക്കട്ടെ, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയും. നീ എങ്ങനെ ഓർത്തെടുക്കുക എന്ന് പറഞ്ഞിട്ട് അവള് ചുന്നി ഒരു ചോദ്യം ചോദിക്കണം അവനോട്. അപ്പൊ ഗോപു പറയും എന്താണ്? അരേ
എടി ഉസ് ഘർ കെ ഊപ്പർ, ആ വീടിന്റെ മുകളില്, ഉസ് ഘർ കെ, ആ വീടിന്റെ മുകളില് टीवी का डंडा लगा हुआ है, ടിവിയുടെ ഡണ്ട, വടി കുത്തിയിട്ടുണ്ട്. ടിവിയിലേക്ക് സിഗ്നൽ വരുന്ന ആ വടി, ചെറിയ കുട്ടികളാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്റിന, ആ വലിയൊരു ഇതിനെയാണ് വടി, അതിനാണ് ഇവർ ഡണ്ട, ഒരു വടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഡണ്ട ലഗാ ഹുവാ ഹെ, വെച്ചിട്ടുണ്ട്. എന്റിന, അതിന്റെ പേരാണ് എന്റിന. തീനോ ധ്യാൻ സെ ഘറും ദേഖ്തേ ഹെ, ഈ മൂന്ന് കുട്ടികൾ എന്ത് ചെയ്യും? തീനോ, മൂന്ന് പേരും ധ്യാൻ സെ, വളരെ സൂക്ഷ്മതയോട് കൂടി, ഘറും കോ ദേഖ്തേ ഹെ, ആ കോളനിയിലുള്ള ഓരോ വീടുകളെയും ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും, നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കും. ഗോപു കാ ചെഹര ഉത്തർ ജാത്താ ഹെ, പക്ഷെ ആ കൂട്ടത്തില് ഗോപുവിന്റെ മുഖം ഒന്ന് വാടിപ്പോകും. ഉത്തർ ജാത്താ ഹെ, വാടിപ്പോവുക. മുഖം വാടിപ്പോകുക എന്ന് ഉദ്ദേശം സങ്കടത്തിലാവുക എന്നാണ്. കാരണം എന്താണ്? ഈ മൂന്ന് കൂട്ടരെയും, ഈ ബാക്കിയുള്ള രണ്ടാൾക്കാരെയും കൊണ്ടുവന്നത് ആരാണ്? ഗോപുവാണ്. ഇത് പറഞ്ഞ് ടി വി ഇങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ പുകഴ്ത്തി പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത് ആരാണ്? ഗോപുവാണ്. പക്ഷെ അവനക്ക് ഏതാണ് ഈ കോളനിയിലെ മനോഹർ ചാച്ചയുടെ വീട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അവന്റെ മുഖം കൊണ്ട് വാടിപ്പോകും. ഗോപു, അപ്പൊ സമയത്ത് ഗോപു പറയുന്ന ഡയലോഗ് എന്താണ്? യഹാത്തോ, പക്ഷെ ഇവിടെ, അതായത് പക്ഷെ ഇവിടെ എന്നുള്ള ചോദ്യമാണ്. എന്തായിരിക്കും കാരണം? അത് അർത്ഥത്തിൽ നോക്കാം. ലല്ലു പറയുന്നത് എന്താണ്? ലല്ലു പറയുന്ന ഡയലോഗ് സബ്കി ഛത് പേ ലഗാ ഹെ, ഇവിടെ ഈ അല്ല പറഞ്ഞത് മറ്റേ എന്താ പറയാ, മനോഹർ ചാച്ചയുടെ വീടിന്റെ മുകളിലെ എന്തിനാണെന്ന്. പക്ഷെ ഇവിടെ കാണുന്ന എല്ലാ വീടുകളിലും ആ സംഭവം കാണുന്നുണ്ടല്ലോ എന്ന്. സബ്കി ഛത് പർ, സബ്കി എല്ലാവരുടെയും, ഛത്ത്, ഛത്ത് എന്ന് പറയുന്ന മേൽക്കൂര, പേ അതിൽ, ലഗാ ഹെ അതിൽ എന്ത് ചെയ്യുന്നത്? വെച്ചിട്ടുണ്ട്. എന്ത്? എന്തിനാ? ഇപ്പൊ ചുന്നിന്റെ ഇടയിൽ പറയുന്നത് എന്താണ്? ടി വി വാല ഡണ്ട അപ്പൊ ക്യാ കരേങ്കെ, അതായത് ടിവിയിലേക്ക് സിഗ്നൽ വരുന്ന ആ വടി എവിടെ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എല്ലാ വീട്ടിലും കാണുന്നുണ്ടല്ലോ, നമ്മൾ ഇനി ഏത് വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന് ചുന്നി അതിനിടയിൽ ഒന്ന് പറയും. ഗോപു എന്താ പറയാ? ഹിമ്മത്ത് ഹാർത്തേ ഹു, ഗോപു ആകെ സങ്കടത്തിലാകും. ഗോപു എന്ത് ചെയ്യും? തന്റെ എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടതുപോലെ എന്ത് ചെയ്യും? പത്താനഹി, എനിക്കറിയില്ല. ഗോപു പറയുന്ന ഡയലോഗ് എന്താണ്? എനിക്കറിയില്ല എവിടെയാണ് മനോഹർ ചാച്ചയുടെ വീട് എന്നുള്ള കാര്യം. മനോഹർ ചാച്ചാനെ ബത്തായ ഥ, മനോഹർ ചാച്ച എന്നോട് പറഞ്ഞിരുന്നു. ഗോപു പറയുന്നത് മനോഹർ ചാച്ചാനെ ബത്തായ ഥ, മനോഹർ ചാച്ച എന്നോട് പറഞ്ഞിരുന്നു. എന്താണ്? താകി ഉൻകെ ഘർ ഹി ടി വി ഹെ, അവരുടെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ എന്നുള്ള കാര്യം മനോഹർ ചാച്ച എന്നോട് പറഞ്ഞിരുന്നു എന്ന് ഗോപു പറയും. യഹാ തോ സബ്കെ ഘർ ഹെ, പക്ഷെ ഇവിടെ എത്തിയപ്പോഴല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താണ്? ഇവിടെ കോളനിയിലുള്ള എല്ലാ വീടുകളിലും ടി വി ഉണ്ടല്ലോ എന്നുള്ള കാര്യം എനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് ഗോപു ചുന്നുവിനോടും ലല്ലുവിനോടും പറയും. അപ്പൊ ലല്ലു അതിന് മറുപടി ആയിട്ട് എന്താ പറയാ? ബഹദ് ഹതാശ, അവിടെ ലല്ലുവിന്റെ മുഖം ആകെ സങ്കടത്തിലായിട്ടുണ്ട് ഇത് കേട്ട പാടെ. അബ് ഹം വാപ്പസ് ചല്, എന്നാ നമുക്ക് തിരിച്ചു പോകല്ലേ? അബ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഹം വാപ്പസ് ചല്, നമുക്ക് തിരിച്ചു പോകല്ലേ എന്ന് ചോദിക്കും. ആസ്മാൻ ദേഖ്തേ ഹുവേ, ഇവര് ആകാശത്തിലേക്ക് നോക്കും. കാരണം എന്താണ്? ഒരുപാട് വൈകിപ്പോയി, സമയം ഒരുപാട് വൈകിപ്പോയി. അവർ ആകാശത്തിലേക്ക് നോക്കിയിട്ട് എന്ത് പറയും? നഹി, ഇല്ല, അന്ധേര ഹോ രഹാ ഹെ, ഇപ്പോൾ ഇരുട്ടായി കൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റൂല എന്ന് ലല്ലു പറയും. അന്ധേര, ഇരുട്ട്. ചുന്നി, അപ്പൊ ചുന്നി എന്ത് ചെയ്യും? ഹം ഖോ ഗയേ ഹെ, നമ്മള് ആകെ വഴി തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ നിലവിളിക്കാൻ തുടങ്ങും. ഗോപു കുച്ച് നഹി ബോൽത്ത, ഇതൊക്കെ കേൾക്കുന്ന പ്ലാൻ ചെയ്ത ഗോപു എന്ത് ചെയ്യും? ഒന്നും പറയൂല. കുച്ച് നഹി ബോൽത്ത, ഒന്നും പറയൂല. ബസ് റോനിലെത്ത, പക്ഷെ എന്ത് ചെയ്യും? ഇവര് കരയാൻ തുടങ്ങും. ഇവർക്ക് മറുപടി ഒന്നുമില്ല, ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും? കരയാൻ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ബാക്കി ദോനോ ഭി റോനെ ലഗ്തേ ഹെ, ബാക്കിയുള്ള രണ്ടാൾക്കാരും കൂടി എന്ത് ചെയ്യും? കരയാൻ തുടങ്ങും. അവിടെ ആകെ കരച്ചിലും പിടിച്ചിലായി. അപ്പൊ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? സീന് 6 അവസാനിക്കുന്നത്. സീൻ 6 ക്ലിയർ ആയ എല്ലാവർക്കും? അർത്ഥങ്ങൾ വല്ലതും മിസ്സായപ്പോ അർത്ഥങ്ങൾ വല്ലതും ചോദിച്ചോളൂ.
ഉണ്ടോ? ഇല്ല അല്ലെ? പുറത്ത ഭാഗത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി സീൻ 7. സീൻ 7 എന്താ പറയുന്നത്? കസ്ബെ കി സടക്ക്. ഇവര് 3 പേരും കരയാൻ തുടങ്ങി. അവിടെയാണ് സീൻ 6 അവസാനിക്കുന്നത്. ഇനി 7ാമത്തെ സീൻ തുടങ്ങുന്നത് കസ്ബെ കി സടക്ക്, ആ അങ്ങാടിയുള്ള ആ വഴിയോരം. ദേർ ഷാം കാ സം, ഒരുപാട് വൈകി പോയ സമയം. ഭീഡ് ജമാഹെ, അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. ഭീഡ് എന്ന് പറഞ്ഞ ആൾക്കൂട്ടം എന്നാണ്. ഒരുപാട് ആളുകൾ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. ബച്ചെ രോ രഹേ ഹെ, ഇതിനിടയിൽ എന്ത് ചെയ്യുന്നു? കുട്ടികൾ കരയുന്നുണ്ട്. നമ്മുടെ ഗോപുവും ലല്ലുവും ചുന്നിയും ആ കൂട്ടത്തിൽ എവിടെയോ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കസ്ബയ്ക്ക് ലോഗ് ഉനെ ചുപ് കരാ രഹേ ഹെ, അവിടെയുള്ള അങ്ങാടിയിലെ ആളുകൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ആളുകള് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ചുപ് കരാ രഹേ ഹെ, ചുപ് കരാ രഹേ, അവര് ശബ്ദം താഴ്ത്തുക അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ള ചുരുക്കി പറഞ്ഞത്. കസ്ബെ വാല, അപ്പൊ അങ്ങാടിയിലുള്ള ആദ്യത്തെ ആള് പറയുന്ന ഡയലോഗാണ്. കസ്ബെ വാല ഏക്ക്, അങ്ങാടിയിലുള്ള ഒരാൾ പറയുന്നത് എന്താണ്? കഹത്തെ ഹെ മനോഹർ ചാച്ചാസെ മിൽനെ ആയേ ഹെ കീറത്പൂർ സെ, അതായത് ഇവർ പറയുന്നതാണ്. ഇവര് അങ്ങാടിയുള്ള മറ്റൊരാളോട് ഈ കസ്ബെ വാല, അങ്ങാടിയുള്ള ഒരാൾ പറയുന്ന ഡയലോഗ് എന്താണ്? കൂട്ടത്തില് അങ്ങാടിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് പറയുന്ന ഡയലോഗാണ്. എന്താണ് ഇവര് പറയുന്നത്? എന്താണ്? മനോഹർ ചാച്ചാസെ മിൽനെ ആയേ ഹെ, മനോഹർ ചാച്ചയെ കാണാൻ വേണ്ടി വന്നതാണ്. മിൽനെ ആയേ ഹെ, കാണാൻ വേണ്ടി വന്നതാണ്. കിരത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവര് എന്ത് ചെയ്യുന്ന? മനോഹർ ചാച്ചയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. കസ്ബെ വാല ദോ, അത് കേൾക്കുമ്പോ രണ്ടാമത്തെ അങ്ങാടിയുള്ള ഒരു മനുഷ്യനെ മറുപടി പറയുന്നതാണ്? അബ് ചുപ്പ് ഹോജാവും, കുട്ടികളോട് പറയുന്ന. അബ്, ഇനി നിങ്ങള് ചുപ്പ് ഹോജാവും, മിണ്ടാണ്ടിരിക്കൂ. ഡറോ മത്, നിങ്ങൾ പേടിക്കരുത്. ക്യാ നാം ഹെ തുമ്ഹാര, നിങ്ങളുടെ പേരെന്താണെന്ന് ആ കുട്ടികളോടുള്ള ഒരാളോട് ചോദിക്കും. ആരോട് ചോദിക്കണേ? ലല്ലുവിനോടാണ്. ലല്ലു അതിന് മറുപടി പറയുന്നതാണ്? ലല്ലു ആണ് എന്റെ പേര്. ചുന്നി പറയുന്നതാണ്? റോത്തേ ഹുവേ, ചുന്നി ആ സമയത്ത് കരഞ്ഞുകൊണ്ട്, റോത്തേ ഹുവേ, കരഞ്ഞുകൊണ്ട്. മുझे ഘർ ജാനാ ഹെ, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാണ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വാശി പിടിക്കുന്നത്. മനോഹർ ചാച്ച ആ ജാത്തേ ഹെ ഗോപു കോ ഉഠാ ലേത്തെ ഹെ, ഇവരിങ്ങനെ ഈ ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പെട്ടെന്ന് അവിടുന്ന് ആര് കടന്നു വരുന്നത്? മനോഹർ ചാച്ച കടന്നു വരുന്നത്. ഗോപുക്ക് ഉഠാലേത്തെ, എന്നിട്ട് ഗോപു അല്ല അവരുടെ ഏട്ടന്റെ മകൻ, ഗോപുവിനെ പെട്ടെന്ന് എടുത്ത് ഉയർത്തും. എന്നിട്ട് മനോഹർ ചാച്ച പറഞ്ഞ ഡയലോഗ് എന്താണ്? അരെ ഗോപു, അല്ലേ ഗോപുവോ, തും അക്കേലെ കൈസെ ആകെ, നീ ഒറ്റക്ക് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? തും അക്കേലെ, നീ ഒറ്റക്ക്, കൈസെ എങ്ങനെ, ആകെ വന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ആരോട്? ഗോപുവിനോട് ചോദിക്കുന്നതാണ്. അപ്പൊ ഗോപു അതിനുള്ള മറുപടി ആയിട്ട് എന്താ പറയുന്നത്? ടി വി ദേഖ്നാഥ, ഞങ്ങൾക്ക് ടി വി കാണേണ്ടതുണ്ടായിരുന്നു. ദേഖ്നാഥ, കാണേണ്ടതുണ്ടായിരുന്നു. ഹം തീനോംകോ, ഞങ്ങൾ 3 പേർക്കും, അവരുണ്ടാകുന്ന അവരുടെ കൂട്ടത്തിലുള്ള ആ 2 പേരെ എന്ത് ചെയ്യും? ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും. എന്താണ്? ഞങ്ങൾക്ക് ടി വി കാണേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണെന്ന് പറയും. കസ്ബെ വാല ഏക് ദൂസരെ കാ മുഖ് ദേഖ്തേ ഹെ, അവിടെ അങ്ങാടിയുള്ള ആളുകൾ എന്ത് ചെയ്യും? ഇവരുടെ ഈ മറുപടി കേട്ടപാടെ അങ്ങാടിയുള്ള ആളുകൾ എന്ത് ചെയ്യും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കാൻ തുടങ്ങും. കാരണം ടി വി കാണാൻ വേണ്ടി ഇത്രയോ ദൂരെ നിന്ന് ഇങ്ങോട്ട് വന്നല്ലോ ഈ കുട്ടികൾ എന്നുള്ള ആ ഒരു മുഖഭാവത്തോടു കൂടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അങ്ങാടിയുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കാൻ തുടങ്ങും. മനോഹർ ബച്ചോം കോ ലേ ജാത്താ ഹെ, മനോഹർ ചാച്ച എന്ത് ചെയ്യും? ആ കുട്ടികളെയും കൂട്ടിക്കൊണ്ട്, ബച്ചോം കോ ലേ ജാത്താ ഹെ, അവരെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യും? തന്റെ വീട്ടിലേക്ക് പോകും. അവിടെ എന്ത് ചെയ്യുന്നു? സീന് 7 അവസാനിക്കുന്നതാണ്. അപ്പൊ സീന് 7 എല്ലാവർക്കും ക്ലിയർ ആയോ? പേജ് നമ്പർ 13 ഗോപുവിന്റെ ഡയലോഗില് ജേപ്തേ എന്നല്ലേ, അതിന്റെ മീനിങ് എന്താ? ജേപ്തേ ഹുവേ. പേജ് നമ്പർ 13 ഗോപു പറയുന്ന ഡയലോഗ് ഏറ്റവും മുകളിൽ ജേപ്തേ ഹുവേ, അതിന്റെ മീനിങ്? ജേപ്തേ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചുകൊണ്ട് എന്നുള്ള മീനിങ് വരുന്നത്. അതായത് ദേഷ്യത്തോടുള്ള മുഖഭാവത്തോടില്ലേ, ആ മീനിങ് വരുന്നത്.
ഓക്കെ ഒറ്റ മിനിറ്റ് Okay, ഫോൺ sir. നോക്കട്ടെ. അപ്പോ എന്ത് ചെയ്യുന്നു, ഇവിടെ സീന് 7 ഇവിടെ അവസാനിക്കുന്നതാണ്. ഇതെല്ലാരും ക്ലിയർ ആയല്ലോ അല്ലെ? സീന് Yes, sir. Okay, sir. അപ്പൊ ഇതിൽ അർത്ഥങ്ങളൊന്നും കിട്ടാത്തില്ലല്ലോ? No, sir. No, ഓക്കെ, sir. അപ്പൊ നമുക്ക് ഇതിലെ അവസാനത്തെ രംഗമായിട്ടുള്ള 8ാമത്തെ സീനിലേക്ക് പോകാം. 8ാമത്തെ സീനോട് കൂടി എന്ത് ചെയ്യുന്നു, ഈ തിരക്കഥ ഇവിടെ അവസാനിക്കുന്നതാണ്. ഇവരെന്ത് ചെയ്തു, മനോഹർ ചാച്ച ഇവിടെ അങ്ങാടിയിൽ വന്നു. മനോഹർ ചാച്ച ഈ ഇവര് കരയുന്നെല്ലാം കേട്ടപ്പോഴ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ടി വി കാണാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം. മനോഹർ ചാച്ച എന്ത് ചെയ്യും, ഈ 3 കുട്ടികളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകും. സീൻ 8, സീൻ 8, സീൻ നമ്പർ 8, മനോഹർ ചാച്ച കാ ഘർ, മനോഹർ ചാച്ചയുടെ വീട്. രാത് കാ സമയം, രാത്രി സമയം. ഇവര് പുറപ്പെട്ടത് ഒരു ഉച്ച സമയത്തായിരുന്നു. ടി വി കാണേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നത് തന്നെ രാത്രിയിലാണ്. അപ്പോ ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ബാപ്പാനെ ഗോപു കോ ഗോദ് മേ ബിഠായാ ഹെ, ചുന്നി और लल्लू भी बैठे हैं. ബാബാനെ, ബാബ പറഞ്ഞ അച്ഛൻ, അച്ഛൻ ആര്, ഗോപുവിന്റെ അച്ഛൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗോപുവിന്റെ അച്ഛന് ഗോപുവിനെ എന്ത് ചെയ്യുന്നു, ഗോതുമേ തന്റെ മടിയിൽ ഇരുത്തിയിട്ടുണ്ട്. ബിഠായ ഹെ, ഇരുത്തിയിട്ടുണ്ട്. മനോഹർ ചാച്ച, മനോഹർ ചാച്ച അറിയാലോ, മനോഹർ ചാച്ചയുടെ വീട്. രാത് കാ സമയം, രാത്രി സമയം, ഒരുപാട് വൈകി പോയിട്ടുണ്ട്. കാരണം എന്താണ്, ഇവര് ഉച്ചക്ക് പുറപ്പെട്ടതാണ്. പക്ഷെ സംഭവങ്ങൾ വീടൊക്കെ തേടി പിടിച്ചപ്പോഴേക്കും എന്ത് ചെയ്യും, ഒരുപാട് വൈകിപ്പോയി. ബാബാനെ ഗോപു കോ ഗോദുമേ ബിഠായ ഹെ, അപ്പോ അപ്പോഴേക്കും ആര്, നമ്മളുടെ ബാബ, ഗോപുവിന്റെ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എവിടെ, മനോഹർ ചാച്ചയുടെ വീട്ടിൽ. ചുന്നി ഓർ ലല്ലു ബി ബൈഠേ ഹെ, അവരുടെ കൂടെ ഗോപുവിന്റെ അച്ഛന്റെ കൂടെ ആരൊക്കെ ഇരിക്കുന്നുണ്ട്, അടുത്തായിട്ട് ചുന്നിയും ലല്ലുവും ഇരിക്കുന്നുണ്ട്. ബി ബൈഠേ ഹെ, ബൈഠേ ഹെ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ബാബാനെ ഗോപു കോ ഗോദുമേ, ഗോദ് എന്ന് പറഞ്ഞാൽ മടിയിൽ, ബിഠായ ഇരുത്തി. അടുത്ത അപ്പൊ ബാബ പറയുന്ന ഡയലോഗാണ് ആരോട്, മനോഹർ ചാച്ചയോട്. മനോഹർ കോ ഗോപു ശൈത്താൻ ഹെ, ഗോപു കുരുത്തം കെട്ടവനാണ്. യഹ് സബ്കോ പതാ ഹെ, ഇത് എല്ലാവർക്കും അറിയാം. पर इतना शैतान हमने सोचा नहीं था. പക്ഷേ ഇത്തന ശൈത്താൻ, ഇത്രയും കുരുത്തക്കേട് അവൻ കാണിക്കുമെന്ന് ഹംനെ സോച്ചാ നഹി താ, ഞങ്ങൾ ചിന്തിച്ചു പോലും ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എന്ത്, അവൻ ഇത്രയും കുരുത്തക്കേട് കാണിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല എന്ന് ബാബ ആരോട് പറയും, മനോഹർ ചാച്ചയോട് പറയും. മനോഹർ ചാച്ച എന്താ പറയും, ഓർ പൂരാ രാസ്ത യാദ് താ ഇസേ, ഇവന് വന്നതെന്ന് മാത്രമല്ല പൂരാ രാസ്ത, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ വഴിയും ഇവനക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതാണ് എനിക്ക് അത്ഭുതമായി തോന്നുന്നതെന്ന് അച്ഛനോട് മനോഹർ ചാച്ച പറയും. ചലോ ഭായ്, നേട്ടാ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാ, അപ്പൊ ടി വി ചലാ ജായ്, നമുക്കൊന്ന് ടി വി ഇവർക്ക് കാണിച്ചു കൊടുക്കാം. എന്ത്, ഇത്തനെ ദൂർ സെ ആയേ ഹെ തീൻ ദിവാന്, ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ ഈ 3 ടി വി ഭ്രാന്തന്മാര്, അതുകൊണ്ട് നമുക്ക് ഇവർക്കൊന്ന് ടി വി ഓൺ ആക്കി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, മനോഹർ ചാച്ച പോയിട്ട് അവിടെ ടി വി ഓൺ ആക്കും. മനോഹർ ടി വി ചലാത്ത, മനോഹർ ചാച്ച എന്ത് ചെയ്യുന്നു, ടി വി ഓൺ ആക്കുന്നു. ഗോപു ലല്ലു ചുന്നി സീതേ ഹോക്കർ ബൈഠ് ജാത്തെ, ഗോപുവും ലല്ലുവും ചുന്നി എന്ത് ചെയ്യും, സീതേ ഹോക്കർ നേരെ ഇരുന്നു കൊണ്ട് ബൈഠ് ജാത്തെ, ഒന്ന് റെഡിയാകും, ഇരുന്നൊന്ന് റെഡിയാകും. എന്താണ്, ടി വി കാണാൻ പോകല്ലേ, അതുകൊണ്ട്. ടി വി സെ ആവാസ് ആത്തി, ടി വിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ശബ്ദം വരുന്നു. ആവാസ് എന്ന് പറഞ്ഞ ശബ്ദം. ആത്തി ഹെ തസ്വീർ ദിഖ്ന അഭി ബാക്കി ഹെ, ചിത്രം കാണാൻ, ആ ടി വിയിലെ ആ സ്ക്രീൻ ഒന്ന് ഓണായി ആ ചിത്രം കാണാൻ ഇനി ബാക്കിയുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, തസ്വീർ എന്ന് ഉദ്ദേശിക്കുന്നത് ചിത്രം എന്നാണ് കേട്ടോ. അഭി ബാക്കി ഹെ, ആ ചിത്രം കാണാൻ ഇനി കുറച്ച് ബാക്കിയുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, ടി വിക്ക് ആവാസ്, ടി വിയിൽ നിന്ന് വരുന്ന ശബ്ദം എന്താണെന്നാണ് ഇതിൽ പറയുന്നത്. और मद्रास का अधिकतम तापमान रहा 34 ഡിഗ്രി. അപ്പോ ആ ടി വിയിൽ നിന്നൊരു ശബ്ദം വരുന്നുണ്ട്. പെട്ടെന്ന് സീനൊന്ന് മാറ്റി പറയുന്നത് എന്താണ്, ആ ഇത് ഓൺ ആവുന്നില്ല, ടി വി ഓൺ ആക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ശബ്ദം, അതിന്റെ അനൗൺസ്മെന്റ് ആണ് ഇതിൽ പറയുന്നത്. എന്താണ്, ഗോപു കി ആഖെ
എന്താണ് और मद्रास का अधिघातम तापन रहा 34 ഡിഗ്രി. ഇന്ന് മദ്രാസ് എന്ന സ്ഥലത്തിലെ താപനില 34 ഡിഗ്രി ആണെന്ന് പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടു. അത് കേട്ടപ്പോൾ എന്ത് ചെയ്യും? ഗോപുക്ക് ആകെ ഫെൽ രഹി. ഗോപുവിന്റെ കണ്ണിങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. എന്താണ്? ടി വി ആദ്യമായിട്ട് കാണാൻ പോകുന്ന എല്ലാവരും ആകാംക്ഷയിൽ. ടി വിക്ക് ശീശോം പർ, ആ ടിവിയുടെ ആ കണ്ണാടിയിൽ എന്ത് ചെയ്യും? ഹൽക്കി ഹൽക്കി റോഷനി ഭി ഫൈൽ രഹി ഹെ. ഒരു മങ്ങിയ നിറത്തിൽ, ഒരു ഇങ്ങനെ മങ്ങി മങ്ങിക്കൊണ്ട് ഒരു വെളിച്ചവും വരുന്നുണ്ട്. ഹൽക്കി ഹൽക്കി മങ്ങിയ, റോഷനി വെളിച്ചം, ഫൈൽ രഹി ഹെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. തസ്വീരെ കിസി ഭി പൽ ദിഖ് ജായെങ്കി. തസ്വീരെ ചിത്രങ്ങൾ, ആ ടി വിയിൽ നിന്ന് വരുന്ന ആ വോയിസിന്റെ, അതായത് ടി വിയിൽ വോയിസ് കേൾക്കുന്നുണ്ട്, പക്ഷെ ചിത്രങ്ങൾ എന്ത് ചെയ്യും? ഏത് നിമിഷവും, കിസി ഭി പൽ ഏത് നിമിഷവും, ദിഖ് ജായെങ്കി അത് കാണാൻ നമുക്ക് സാധിക്കും. ഓർ അതോടൊപ്പം തബി ബിജ്ലി ചലി ജാത്തി ഹെ, ഗുപ് അന്ധേര ഹോ ജാത്താ ഹെ. ആ സമയത്ത് എന്ത് ചെയ്യും? പെട്ടെന്ന് ഇവര് ആകാംക്ഷയോടെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് പോകുന്നത്. ഇവര് ഇതുവരെ കാത്തിരുന്ന് ദൂരെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ട് കാണാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത്, ചിത്രങ്ങൾ തെളിഞ്ഞ് കാണാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് കരണ്ട് അങ്ങോട്ട് പോകും. ഗുപ്പ അന്ധേര ഹോ ജാത്താ ഹെ. ഗുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരാക്കൂര് ഇരുട്ടാകും, അതായത് ഇരുട്ടായി പോകും. അന്ധേര ഇരുട്ട്, ഹോ ജാത്താ ഹെ ആയി പോകും. ഗോപു ചുന്നി और ലല്ലു, ഗോപുവും ചുന്നിയും ലല്ലു എന്ത് ചെയ്യും? ഏക് സാത്ത് അന്ധേരെ ഒരുമിച്ച് ആ എന്ത് ചെയ്യും? ആ ഇരുട്ടിൽ ഇരുന്നു കൊണ്ട് ഹേ ഭഗവാൻ, അതായത് ദൈവമേ എന്ന് പറഞ്ഞാൽ തലയിൽ കൈവെക്കും. അത് ചെയ്യും? ഈ തിരക്കഥ ഇവിടെ അവസാനിക്കും. ക്ലിയർ ആയോ? എട്ടാമത്തെ സീൻ നിങ്ങൾ ക്ലിയർ ആയോ? Yes, sir. അർത്ഥങ്ങൾ വല്ലതും വേണ്ടല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾക്ക് കുറച്ച് ഈ എഴുതുന്ന സമയത്ത്, ഏത് തിരക്കഥ എഴുതുന്ന സമയത്ത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ്? ഈ സ്ഥലങ്ങളൊക്കെ ആദ്യം നമ്മൾ പറഞ്ഞു. ആ തിരക്കഥ എഴുതിയ പോയിന്റ് ഓർമ്മ ഉണ്ടല്ലോ? ഓർമ്മ ഉണ്ടോ എഴുതിയത്? മക്കളെ, നിങ്ങളോടുള്ള ചോദ്യമാണ്. യെസ് സർ. എന്ത് ചെയ്യുന്നു? തിരക്കഥ എഴുതുന്ന ആദ്യത്തെ പോയിന്റ് എന്ത് ചെയ്യുന്നു? തലക്കെട്ട് അല്ലേ? തലക്കെട്ട്. തലക്കെട്ടല്ലേ? യെസ് സർ. യെസ് സർ. Yes, sir. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാനൊരു സീനിന്റെ ഒരു ഡെമോ കാണിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇതേ ഓർഡറിൽ തലക്കെട്ട്. ഇപ്പൊ ഇവിടെ നമ്മള് TV എന്നുള്ള തലക്കെട്ട് കൊടുത്തുള്ളത്. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ ഏത് ചെയ്യുന്നു എടുത്തത്? ഉൽ ബനീഥിമ അല്ലേ? യെസ് സർ. Yes, sir. ഓക്കെ. അപ്പൊ അത് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഉൽ ബനീഥിമ തലക്കെട്ട് നമുക്ക് കൊടുക്കും. ഉൽ ബനീഥിമ തലക്കെട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യാ? ഇതില് തിരക്കഥ എഴുതുമ്പോ രണ്ടാമത്തെ ഇത് എന്താണ് കാര്യം? പോയിന്റ് എന്താണ്? സീൻ നമ്പർ അല്ലേ? കുട്ടികളെ ശ്രദ്ധിക്കണം നിങ്ങള്. സീൻ നമ്പർ മനസ്സിലായോ? യെസ് സർ. Yes, sir. മൂന്നാമത്തെ നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞല്ലോ. എന്താണ്? കുറച്ച് സ്ഥലങ്ങൾ എഴുതണം. ആദ്യം നമ്മൾ ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതണം എന്ന് പറഞ്ഞു. ആ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് വരേണ്ടതെന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? മലയോര പ്രദേശം, സമയം, കഥാപാത്രവും അതിന്റെ വയസ്സും അവർ ചെയ്യുന്ന ഓക്കെ, ഓക്കെ. പ്രവൃത്തിയും. അതിന് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് എഴുതി തരുന്നുണ്ട്. അതൊന്ന് പഠിക്കാം. എന്താ വെച്ചാല് ഈ നമ്മൾക്കിപ്പോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പഹാഡി ഇലാക്ക, മലയോര പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുപോലത്തെ 2-3 സ്ഥലം കൂടി ഞാൻ എഴുതി തരുന്നുണ്ട്. അത് എന്ത് ചെയ്യാ? നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. അത് ഏതൊക്കെ പ്രദേശങ്ങളാണെന്നുള്ളത് എഴുതിയെടുക്കുക. ഏതൊക്കെയാണ്? ഒന്ന് സമുദ്രി ഇലാക്ക, തീരദേശ പ്രദേശം. സമുദ്രി ഇലാക്ക, തീരദേശ പ്രദേശം.
പഹാഡി ഇലാക്ക നമ്മൾ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അത് വേണ്ട. അടുത്ത് ജംഗലി ഇലാക്ക. ജംഗലി ഇലാക്ക. ജംഗലി ഇലാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാട് പ്രദേശം, കാടില്ലേ, ഘോര വനാന്തരം എന്നൊക്കെ പറയില്ലേ, കാടുള്ള സ്ഥലം. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾ ഇതിൽ ഓർമ്മയുണ്ടോ? തീരദേശ പ്രദേശം എന്ന് എഴുതി, അതിന്റെ ഹിന്ദിയാണ് സമുദ്രി ഇലാക്ക. ജംഗലി ഇലാക്ക എന്ന് പറഞ്ഞ കാടുള്ള പ്രദേശം. ഇനി അതുപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറിയോ? ഖുല മൈദാൻ. ഖുല മൈദാൻ തുറന്ന പ്രദേശം, അതായത് തുറസായ സ്ഥലം എന്ന് പറയില്ലേ, തുറന്ന പ്രദേശം, ആൾക്കാരൊന്നും ഇല്ല, ഇങ്ങനെ ഫുള്ളും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശം, അതാണ് ഖുല മൈദാൻ. എഴുതിയോ? യെസ് സർ. മൂന്നിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നാമത്തെ സമുദ്രി ഇലാക്ക, തീരദേശ പ്രദേശം. രണ്ടാമത്തെ ജംഗലി ഇലാക്ക, അത് കാട് പ്രദേശം. മൂന്നാമത്തെ ഖുല മൈദാൻ, തുറസായിട്ടുള്ള സ്ഥലം, തുറന്ന സ്ഥലം. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ എഴുതിയെടുത്ത, അതിന്റെ മലയാളം എഴുതിയെടുത്ത എല്ലാരും? യെസ് സർ. ഇതേ വായിക്കട്ടെ. Yes, sir. ഓക്കെ സർ. ഓക്കെ, ഇത് വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് സ്ഥലത്തിനെ കുറിച്ച് മൂന്ന് സ്ഥലങ്ങൾ നമ്മള് ഒന്ന് മനസ്സിൽ കരുതി വെക്കുക. നമുക്ക് സാഹചര്യം അതുപോലെ സന്ദർഭത്തിനനുസരിച്ചിട്ട് അവിടെ സ്ഥലം മാറ്റി കൊടുക്കുക. സമയത്തിന് നിങ്ങൾക്ക് അറിയാലോ, AM PM എന്താ പറയാ ഹിന്ദിയില്? ബജെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, AM PM എന്നതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ബജെ എന്നാണ്. ഓക്കെ, പിന്നെന്താ? സ്ഥലം, സമയം, വയസ്സിന്റെ ഹിന്ദി എന്താണ്? ഉംറ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അതിൽ വേണം. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ ഓർത്തു വെക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സംഭാഷണം പറയുന്ന സമയത്ത് സീൻ കഴിഞ്ഞു, പാരഗ്രാഫ് കഴിഞ്ഞു, സംഭാഷണം പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ അമ്മയുമായിട്ട് സംസാരിക്കാനുണ്ട്, വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം അമ്മയോട് സംസാരിക്കുന്നതാണ്. ആ സംഭാഷണം പറയുന്നതാണ് അമ്മ പറഞ്ഞ ഡയലോഗാണ്. ഇങ്ങോട്ട് വരേണ്ടത്. പക്ഷെ ഈ ഡയലോഗ് വരുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? അമ്മയുടെ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം. ഇത് മസ്റ്റ് ആണ്. ഇതാണ് തിരക്കഥയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് തിരക്കഥയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഡയലോഗ് പറയുന്നതിന് മുൻപായി ആ കഥാപാത്രം ആരാണോ ഡയലോഗ് പറയുന്നത് അവരുടെ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഉദാഹരണം, ചിലപ്പോൾ ദേഷ്യത്തോടു കൂടി പറയുന്ന അമ്മ, അതായത് നമ്മളെ വീട്ടില് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അമ്മ നമ്മളോട് ദേഷ്യത്തോട് പറയുന്നത്. അപ്പൊ ദേഷ്യത്തോടെ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഗുസ്സേ. ദേഷ്യത്തോടെ. അങ്ങനത്തെ കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. എന്താണ് ഈ ദേഷ്യത്തോടെ, സങ്കടത്തോടെ, സ്നേഹത്തോടെ എന്നൊക്കെ പറയുന്ന വാക്ക് ഞാൻ എഴുതുന്നുണ്ട്. ഗുസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേഷ്യത്തോടെ. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്നേഹത്തോടെ എന്ന് പറഞ്ഞാല് പ്യാർസേ എന്ന് പറഞ്ഞ സ്നേഹത്തോടു കൂടി. ഇനി അടുത്ത എന്താണ്? പിന്നെ ചിരിച്ചുകൊണ്ട്, ഹസ്തേ ഹുവേ. ചിരിച്ചുകൊണ്ട്. അതിന്റെ കൂടെ ഒക്കെ നിങ്ങൾ എന്താണ് ഈ കഹ എന്ന് പറയുന്നു, പറഞ്ഞു എന്നുള്ള വാക്ക് നിങ്ങൾ ആഡ് ചെയ്യണം. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, സ്നേഹത്തോടു കൂടി പറഞ്ഞു. എന്നിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ആ ഡയലോഗ് എഴുതി ഇത് ബ്രാക്കറ്റിലാക്കണം. അത് എഴുതുന്ന സമയത്ത് ഇതൊക്കെ ബ്രാക്കറ്റിലാക്കണം. ആ സംഭാഷണത്തിന് മുൻപ് അവിടെ എന്താണ് എക്സ്പ്രഷൻ, ആ സംഭവമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എന്താണ്? ഗുസ്സേ, ദേഷ്യത്തോടു കൂടി, പ്യാർസേ, സ്നേഹത്തോടു കൂടി, ഹസ്തേ ഹുവേ, ചിരിച്ചുകൊണ്ട് എന്നുള്ള കാര്യം. ഇനി അതിന്റെ ഓപ്പോസിറ്റ് റോത്തേ ഹുവേ, കരഞ്ഞുകൊണ്ട്. റോത്തേ ഹുവേ, കരഞ്ഞുകൊണ്ട്, കഹ, പറഞ്ഞു.
റോത്തെ ഹുവേ കരഞ്ഞുകൊണ്ട്. അടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട്. ഇത് ഇവിടെ പറഞ്ഞിട്ടില്ല നമ്മള് ഹസ്തേ ഹുവേ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് എന്നാണ്. ഇനി പുഞ്ചിരിച്ചുകൊണ്ട് എന്നുള്ളതിന്റെ എന്താ ഹിന്ദി ഉള്ളത്? മുസ്കുരാത്തെ ഹുവേ. മുസ്കുരാത്തെ ഹുവേ പുഞ്ചിരിച്ചുകൊണ്ട്. മുസ്കുരാത്തെ ഹുവേ പുഞ്ചിരിച്ചുകൊണ്ട്. ഇങ്ങനത്തെ വാക്കുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും എഴുതിയേക്കണം. സാഹചര്യം സന്ദർഭത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? ആ ഡയലോഗ് പറയുന്നതിന് മുൻപ് തിരക്കഥയുടെ ഒരു സീൻ എഴുതാൻ പറഞ്ഞു. തിരക്കഥ മുഴുവൻ എഴുതാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ മുഴുവൻ എഴുതാൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു 4 കള്ളി വെച്ചിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ 10ാം ക്ലാസ്, അടുത്ത വർഷം നമുക്ക് സീൻ എഴുതാൻ ഉണ്ടാവും. ഒരു സീൻ ഈ വർഷം ഉണ്ടാവും തിരക്കഥയുടെ ഒരു സീൻ എഴുതാന്. അടുത്ത വർഷം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് SSLCക്ക് നമുക്ക് എന്താ പറയുക, ഇത്തരത്തിലുള്ള 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതേണ്ട ഒരു സംഭവമാണിത്. ഇത് എക്സാമിന് എന്തായാലും നിർബന്ധമായിട്ട് വരുന്ന സംഭവമാണ് തിരക്കഥാക ദൃശ്യം. കഥയുടെ ഒരു ദൃശ്യം എന്ന് പറയുന്ന സംഭവം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 4 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഡയലോഗ് ഒക്കെ പിന്നെ നമ്മൾ സാധാ സംഭാഷണം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡയലോഗ്സ് ഒക്കെ പഠിക്കും. ഇതിന് ശേഷം എഴുതുന്ന കാര്യം സംഭാഷണ സമയത്ത് നമ്മൾ കുറെ ഉപയോഗിക്കുന്ന കുറെ വാക്കുകളൊക്കെ അല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സംഭാഷണം എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഇത്ര കാര്യങ്ങൾ എഴുതിയെടുത്തോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏതെങ്കിലും അർത്ഥം ഇതുപോലെ ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം മാഷിനെ ചോദിച്ചോ? ഉണ്ടോ? ഇത് മതിയോ? ഇത്ര മതിയോ? ഓക്കെ. സമയം എത്രയായി? ക്ലാസ് കഴിയാറായോ? 8:56. ഓക്കെ. നമ്മള് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തിരക്കഥയുടെ ദൃശ്യം എഴുതുന്ന സമയത്തൊക്കെ ഇങ്ങനെ എഴുതാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾക്ക് അറിയോ? എഴുതി തന്നിട്ടുണ്ടോ? ക്യാ, കബ്, കോൻ, കൈസെ അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടോ? ഹലോ കുട്ടികളെ, നിങ്ങളോടുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടോ? മക്കളെ, നിങ്ങളോടുള്ള സർവനാമിൽപ്പെട്ട കുറച്ച് എഴുതിയിരുന്നു. കോൻ, കോയി, ജോ. ആരെടുത്താണ് ഇത്? ഫസ്റ്റ് എന്റെ ക്ലാസ്സിൽ ഞാൻ തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ നമ്മള് അടുത്ത ക്ലാസ് മുതൽ ഗ്രാമർ പോർഷൻ എടുക്കാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. എന്റെ ക്ലാസ്സിൽ ഞാൻ തരുന്ന നോട്ട് വെച്ചിട്ട് മാത്രം ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ ക്ലാസ്സിൽ നോട്ടാണ് കുറച്ചും കൂടി എളുപ്പത്തിലാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഞാൻ അടുത്ത ക്ലാസ് മുതൽ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും, നോട്ട് കഴുതി തരും. ആ സമയത്ത് ആ നോട്ട് അനുസരിച്ചിട്ട് പരമാവധി പഠിക്കാൻ ശ്രമിക്കാം. പക്ഷെ എളുപ്പത്തിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് എഴുതി തരുന്നുണ്ട്, അതൊന്ന് എഴുതിയെടുക്കാം. പെട്ടെന്ന് എഴുതിയെടുക്കാം, നമുക്ക് സമയം കുറവാണ്. ആദ്യം ക, കി, കെ. ഇതിന്റെ അർത്ഥം എന്താ പറയുക നിങ്ങൾക്ക്? ക, കി, കെ എന്താണ് ഇതിന്റെ അർത്ഥം? അറിയോ? ഉടെ, ഉള്ള അല്ലേ? ഇന്റെ, യുടെ, ഉള്ള, അല്ലേ? അത് മനസ്സിലായല്ലോ? അത് അറിയാലോ? അത് എഴുതിയെടുക്കുക. ക, കി, കെ എന്ന് പറയുന്നത് ഇന്റെ, യുടെ, യുള്ള, ലെ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, എഴുതിയോ? ഇനി മേ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? രണ്ട് വരെയുള്ള ഇൽ, അതായത്
ഇതിന്റെ അർത്ഥം മേ എന്ന് പറഞ്ഞാലും ഇല്ലാണ്, പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇല്ലാണ്. രണ്ടിന്റെ അർത്ഥം എന്താണ്? ഇൽ എന്നാണ്. അപ്പോ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ ഉള്ളിലാണെങ്കിൽ, ഉദാഹരണം കീശയിൽ എന്ന് പറയുമ്പോ അവിടെ കീശന്റെ ഉള്ളിലാ വരുന്നത്, അപ്പൊ അവിടെ മേ യൂസ് ചെയ്യും, ജേബ് മേ എന്ന് വരും. ആ സ്ഥാനത്ത് ഒരു വസ്തുവിന്റെ പുറത്താണെങ്കിൽ മേശയിൽ എന്ന് പറയുമ്പോൾ മേശയുടെ മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും? മേസ് പർ എന്ന് വരും. വഴിയിൽ എന്ന് പറയുമ്പോൾ രാസ്തേ പർ എന്നാ വരുന്നത്. വീട്ടിൽ എന്ന് പറയുമ്പോൾ വീടിന്റെ അകത്താണ് നമ്മളുള്ളത്, അപ്പൊ എന്താ പറയും? ഘർ മേ എന്ന് പറയും. ഈ മേയും പറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് മേ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഉള്ളിലും, പർ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ പുറത്തും. അങ്ങനെ ആകുമ്പോഴാണ് ഇല്ലത് വരുന്നത്. ഇത് ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ. ഇനി സേ എന്നുള്ള അർത്ഥം, സേക്ക് എന്താ അർത്ഥം വരുന്നത് അറിയോ? സേ അറിയോ? No, sir. ഇൽ നിന്ന്, അതായത് ഒരു വസ്തുവിൽ നിന്ന്, ബസ്സിൽ നിന്ന് എന്ന് പറയില്ലേ, അപ്പൊ ബസ് സേ എന്നാ പറയാ. വീട്ടിൽ നിന്ന് എന്ന് വരുമ്പോൾ ഘർ സേ എന്നാ വരുന്നത്. പിന്നെ സ്കൂളിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സ്കൂൾ സേ എന്ന് വരും. ആ ഇൽ നിന്ന് എന്നുള്ള അർത്ഥമാണ് ഒന്ന്. അതുപോലെ ഇൽ നിന്ന്, മുതൽ, വീട് മുതൽ സ്കൂൾ വരെ എന്ന് പറയുമ്പോഴും ഘർ സേ എന്നുള്ള മീനിങ് വരും. ഘർ സേ വീട് മുതൽ, അത് തന്നെയാണ് വീട്ടിൽ നിന്ന്. അതുപോലെ തന്നെ കൊണ്ട്, കൊണ്ട് എന്നുള്ള മീനിങ് വരും. അത് ഇത് കാരണം, ഉസ്സേ അവനെ കൊണ്ട് എന്നുള്ള സംഭവം വരുമ്പോഴൊക്കെ ഈ സേക്ക് വേറെ അർത്ഥം വരുന്നത് കൊണ്ട് എന്നാണ്. അപ്പൊ സേക്ക് മൂന്ന് അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇതിൽ നിന്ന്, മുതൽ, അതുപോലെ തന്നെ കൊണ്ട് എന്നുള്ളത്. ഈ മൂന്ന് അർത്ഥങ്ങൾ സ്കൂളത്തെ ക്ലാസ് തുടങ്ങിയാണ്. ഓക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഒരു വേർഡ് കൂടി നിർത്താം. തക്ക് എന്ന് പറഞ്ഞ എന്താണ്? തക്ക് വരെ. ഓക്കെ, ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തെടുക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ സർ.